നമസ്കാരം. വ്രതങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്കായാൽ ദോഷമുണ്ടോ? നിർമാല്യം എടുക്കുന്നു കുറേ ദിവസം, അത് ബ്രേക്കാവുന്നു, ദോഷമുണ്ടോ എന്നിങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. പലരിലും ഒരു കണ്ടിന്യൂറ്റി ബ്രേക്കാകുമ്പം മാനസികമായിട്ട് ഒരു ഫീൽ വരാറുണ്ട്. ദോഷമാണോ? ഫീൽ പോലും പോട്ടെ, ആ ഒരു ഫീലിങ്ങിലല്ല, ദോഷമുണ്ടല്ലോ, എന്ത് ദോഷമാണ് എന്നുള്ളതാണ്. ഈ ദോഷം എന്ന വാക്ക് മലയാളികൾ പലപ്പോഴും ഉപയോഗിച്ച് കാണുന്നുണ്ട്. സനാതനധർമ്മം ഫോളോ ചെയ്യുന്നവരുടെ വിഷയമാണ് ഈ പറഞ്ഞത്. ഏതെടുത്താലും ഒരു ദോഷമാണ്. ഒരു സഹസ്രനാമം ജപിക്കുന്നു, അതിൻ്റെ എവിടെയെങ്കിലും വെച്ചൊരു ബ്രേക്ക് വരുന്നു, ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ദോഷം വരും എന്ന് നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്, ശീലിപ്പിക്കുകയാണ്. അപ്പം മനസ്സിൽ തോന്നുകയാണ്, ഞാൻ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നു, 8 or 9 തിങ്കളാഴ്ചയായി, 10ാമത് മുടങ്ങിയല്ലോ എന്നുള്ളൊരു വിഷമം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദോഷം ഭവിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. കാരണം നാം ഒരു പ്രക്രിയയിൽ ഇങ്ങനെ ഒരു സങ്കല്പം ചെയ്ത് ഞാൻ 12 തിങ്കളാഴ്ച മുടങ്ങാതെ വ്രതം എടുത്തു കൊള്ളാം എന്നുള്ളൊരു സങ്കല്പമുണ്ടെങ്കിൽ കാര്യം വേറെയാണ്. അതല്ലാതെ തിങ്കളാഴ്ച അല്ലെങ്കിൽ ഏകാദശി വ്രതം എടുക്കുന്നു, സാധിക്കുന്നത്ര മനുഷ്യൻ ഏകാദശി എടുക്കും. നമുക്ക് മനസ്സിലാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ഏകാദശി വ്രതം എടുക്കുന്ന ഒരു വ്യക്തി അടുത്ത ഏകാദശി ദിവസം വയ്യാണ്ടായി പനി പിടിച്ചു. ഏകാദശി നടക്കില്ല, അത് താനേ സംഭവിക്കുന്ന ഒന്നാണ്, ദോഷം വരില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വീണ്ടും അടുത്ത ഏകാദശിക്ക് അദ്ദേഹം ആരോഗ്യം തിരിച്ചു കിട്ടി, വീണ്ടും നല്ല രീതിക്ക് ഏകാദശി എടുത്ത് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഇവിടെ ദോഷം വന്നു എന്നതിനെക്കുറിച്ചാണ് മലയാളികൾ പലരും ഇത് ചിന്തിച്ച് വേവലാതിപ്പെട്ട്. കാരണം ഏകാദശി എടുക്കുന്നവർ മാത്രമല്ല, പ്രദോഷ വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട്, ശബരിമലയ്ക്ക് വ്രതം എടുക്കുന്ന ആൾക്കാരുണ്ട്. വ്രതം മുറിഞ്ഞു പോയല്ലോ, ഈ മുറിയുക, വെട്ടുക, കീറുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലിപ്പോൾ എല്ലാം. കാരണം ഇന്ന് കാണുന്നത് മുഴുവൻ അതാണ്, കേൾക്കുന്നത് മുഴുവൻ അതാണ്. വെട്ടുക, കീറുക, മുറിക്കുക, ഇത് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. അപ്പോൾ ഈ ദോഷം വരാതിരിക്കുവാനായിട്ട് നാം ശ്രമിക്കുന്നുണ്ട്. അപ്രാപ്യമായ ചില കാരണങ്ങൾ കൊണ്ട് നമുക്കതിനെ മാറ്റുവാൻ സാധിക്കാത്ത മനുഷ്യന്, നമുക്ക് ചിന്തിക്കുവാൻ അപ്രാപ്യ മനസാസഹ എന്ന് പറയുന്നു. മനസ്സിന് ചിന്തിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ വരുന്നു, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരുന്നു, വ്രതം മുടങ്ങുന്നു. ആ ശീലം മുടങ്ങിക്കഴിഞ്ഞാൽ വിഷമിക്കേണ്ടതില്ല. അടുത്ത ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി എത്രയും പെട്ടെന്ന് വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ്. കാരണം ഈ ബ്രേക്ക് എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ശീലമാണ്. മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റിയൊക്കെ ബ്രേക്കാവും. പക്ഷേ എത്ര പെട്ടെന്ന് നാം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വിഷയം ഇവിടെ ചിന്തിക്കണം. രണ്ടാമത്തെ വിഷയം, പൂർവാധികം ഭംഗിയോടുകൂടി എന്ന് പറഞ്ഞ് നോട്ടീസിലൊക്കെ അടിച്ചു കാണും. ഇത് തന്നെയാണ് ഉദ്ദേശം. പൂർവാധികം ഭംഗിയോടുകൂടി അടുത്ത ഏകാദശി വ്രതമിരിക്കുക, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വ്രതമിരിക്കുക. ഈ ദോഷത്തെക്കുറിച്ച് ദയവ് ചെയ്ത് ചിന്തിക്കരുത്. കാരണം ഒരു കണ്ടിന്യൂറ്റി മുടങ്ങിക്കഴിഞ്ഞാൽ പലരിലും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്. നിനക്കിത് വന്നത് തിങ്കളാഴ്ച മുടങ്ങിയത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ 48 ദിവസം നിർമാല്യം എടുക്കുവാനായി പോകുന്നു, 44ാം ദിവസം മുടങ്ങി, ഇല്ലെങ്കിൽ 41 ദിവസം മണ്ഡലവ്രതം എടുക്കുന്നു, ഇല്ലെങ്കിൽ നിർമാല്യവ്രതം എടുക്കുന്നു, നിർമാല്യം മുടങ്ങി, 28ാമത്തെ ദിവസം മുടങ്ങി, എന്നാൽ പിന്നെ മുടങ്ങട്ടെ എന്ന് പറഞ്ഞ് ആ ദോഷം വന്നു, ഇനിയിപ്പോൾ പോകുന്നില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. 28ാമത്തെ ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, 29ാമത്തെ ദിവസം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് പോരുക എന്നുള്ളതാണ് ദോഷായ പ്രതിക്രിയ. നമ്മൾ പ്രതിക്രിയ അവിടെ തന്നെ ശീലിക്കുകയാണ്. അടുത്ത ഒരു പ്രധാന വിഷയം, ഈ വ്രതങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് പോകുന്നില്ല. ഒരിക്കലും പറയുന്നില്ല, ഭഗവാനെ ഞാൻ ഇത് മുടങ്ങാതെ ഞാൻ ഇത്ര തിങ്കളാഴ്ച വ്രതം എടുത്തുകൊള്ളാം, ഇല്ലെങ്കിൽ ഇത്ര പ്രദോഷം വ്രതം എടുത്തുകൊള്ളാം, ഇത്ര ഏകാദശി എടുത്തുകൊള്ളാം എന്നിങ്ങനെ പ്രതിജ്ഞാബദ്ധരായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ അങ്ങനെ പ്രതിജ്ഞ എടുക്കേണ്ട കാര്യമില്ല. സാധിക്കുന്ന രീതിയിൽ വ്രതങ്ങൾ എടുത്തു ശീലിക്കുക എന്നുള്ള വസ്തുതയാണ് ഇവിടെ നാം ഏവരും ചിന്തിക്കേണ്ടത്. ഇത് ബ്രേക്കായി കഴിഞ്ഞാൽ ദോഷമില്ല. ഇനി വ്രതത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ എന്താ പറയുക, അതിനെ വി ആർ trying to take charge of our mind and body. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തിനെയും സ്വന്തം വരുതിയിൽ കൊണ്ടുവരാൻ
കൊണ്ടുവരാനായിട്ടുള്ള ഒരു 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 ശ്രമമാണ്, ഒരു പ്രോസസ്സാണ് വ്രതം എന്നുള്ളത്. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് ഇന്നത് ഞാൻ ചെയ്യും, ഇന്നത് ഞാൻ ചെയ്യില്ല എന്നുള്ളതാണ് വ്രതം. ആയതിനാൽ അത് നമ്മളെ ട്രെയിൻ ചെയ്ത് നമുക്ക് മുന്നോട്ട് ലിബറേഷൻ, സെൽഫ് റിയലൈസേഷൻ പാതയിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു ഭാഗമാണ് ഈ വ്രതങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് പുറമേ നിന്ന് നമുക്ക് ദോഷമൊന്നും വരാനില്ല. നമ്മൾ വ്രതങ്ങൾ എടുക്കാതിരുന്നാൽ മാത്രമാണ് ദോഷം. കണ്ടിന്യൂറ്റി ബ്രേക്കായാൽ വീണ്ടും എത്രയും പെട്ടെന്ന് തന്നെ ആ ട്രാക്കിലേക്ക് വരിക എന്നുള്ളതാണ് ഇവിടുത്തെ ചിന്താവിഷയം. ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.